അല്ല, മുമ്പും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കും അറിയാം. ഇപ്പോൾ കഥകളി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഇങ്ങനെ ഇത്ര ഒരു പ്രശ്നം നേരിട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി സർട്ടിഫിക്കറ്റ് റീജിയണൽ ഓഫീസ് ഉപരോധിച്ചതാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മളെല്ലാവരും കൂടി പോയി ചെയ്തതാണ്. എന്താണ് പറയുന്നത്? അദ്ദേഹം എത്ര നാൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. അദ്ദേഹം എത്ര അതിനകത്ത് സുരേഷ് ഗോപിയെപ്പോലെ ജനപ്രീതിയുള്ള താരമൂല്യമുള്ളൊരു നടനുണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഈ പത്മകുമാറിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇറ്റ് വാസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം. അദ്ദേഹത്തിന് നേരിട്ട മാനസിക വിഷമം അദ്ദേഹത്തോട് ഞാനിപ്പോൾ സംസാരിച്ചു. വളരെ വളരെ കഷ്ടമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. ഇതിനകത്ത് യുക്തിയില്ല. നിങ്ങൾക്കൊരു പ്രത്യേക സിറ്റുവേഷനോ ഒരു കമ്മ്യൂണൽ ഹാർമണിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഡയറക്റ്റ് റെഫറൻസ് കിടപ്പുണ്ട്. ഇത് പോയിൻ്റ് ഔട്ട് ചെയ്താൽ ഒരു ചർച്ചയ്ക്കെങ്കിലും നമുക്ക് സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാധ്യമ സമൂഹത്തിൻ്റെ പിന്തുണയും ഞങ്ങൾക്ക് വേണം. ഇന്ന് എന്നോടൊരു പത്രപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നാളെ ഒരു ക്രൈം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അതിൽ ഇൻവോൾവായി ചെയ്തിരിക്കുന്നവർക്ക് ദൈവനാമമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും? ഇനി ഞാൻ പറയാം, ഇവരുടെ യുക്തി ഒന്നുകൂടി നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ പേരുകളുള്ള സ്ത്രീകൾ ഒരു തരത്തിലുള്ള അതിക്രമത്തിനും വിധേയമാകരുത് എന്ന് പറഞ്ഞൊരു സർക്കാർ ഉത്തരവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് ഉറപ്പാക്കാൻ പറ്റുമോ? അത് ഉറപ്പാക്കാൻ പറ്റില്ലല്ലോ. അപ്പം കല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഥാപാത്രം, കഥ എന്നൊക്കെ പറയുന്നത് അതൊരു എഴുത്തുകാരൻ്റെയും ഒരു സംവിധായകൻ്റെയും സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ നെയിമിങ് ഓഫ് ദ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നൊരു സംഗതിയാണ്. ആ നെയിമിങ്ങിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടോ, ഒരു കമ്മ്യൂണൽ ഹാർമണിയെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കി നമ്മളോടൊരു ഒബ്ജെക്ഷൻ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഈ പേര് പാടില്ല, നിങ്ങൾ വേറെ ഏത് പേര് വേണമെങ്കിലും ഇട്ടുള്ളൂ. അല്ല, ഒന്ന് ആലോചിക്കട്ടെ. നാളെ ഒന്ന് ഷോക്കോസ് വരട്ടെ. ഷോക്കോസ് വന്നിട്ട് കോടതിയെ നമ്മൾ സമീപിക്കും. അതിൽ ഞങ്ങൾ കക്ഷി ചേരണോ എന്നുള്ളതൊക്കെ ഞങ്ങൾ ആലോചിക്കും. സംശയമുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കും. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കൂ. നിങ്ങൾ സിനിമ കാണുന്നവരുമാണ്, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ്. ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരും നമ്മളുടെ ജീവിത വീക്ഷണവും തമ്മിലോ നമ്മൾ ജീവിക്കുന്ന രീതിയും തമ്മിലോ ഒന്നും ഒരു ബന്ധമില്ല, അല്ലേ? നമ്മളുടെ അന്തരിച്ചു പോയ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരെന്തായിരുന്നു? ബാലകൃഷ്ണനായിരുന്നു, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അത്തരം പേരുകളും ആളും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? നമുക്ക് നാളെ ഒരു സിനിമയ്ക്ക്, ഇപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയിൽ പ്രധാനപ്പെട്ട പ്രതിനായകൻ്റെ പേര് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ വറീഡാ. ഞാൻ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അല്ല, അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പരിമിതികൾ മനസ്സിലാവും. അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി കക്ഷിയുടെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഒരു ഓട്ടോണമസ് സ്വഭാവമുള്ള ഒരു ബോർഡാണ് ഈ സംഗതി. ഇത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു. ഇതൊരു ഗവൺമെൻറ്റൽ ഡിസിഷനായിട്ട് താഴോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല. കേന്ദ്ര സർട്ടിഫിക്കേഷൻ ബോർഡിലെ അംഗമായിട്ടുള്ള ഒരു ഫിലിം മേക്കർ, വളരെ വിഖ്യാതനായ ഫിലിം മേക്കറാണ് അദ്ദേഹം. ഈസ് എ ബംഗാളി. അദ്ദേഹത്തിൻ്റെ ഒരു ബംഗാളി സിനിമയിൽ നിന്നും അദ്ദേഹത്തിന് പേര് മാറ്റേണ്ടി വന്നു ഈ അടുത്ത കാലത്ത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള സഹപ്രവർത്തകന് പേര് മാറ്റേണ്ടി വന്നു. അത് ജയന്തിയായിട്ട് ഡബ് ചെയ്തു. അപ്പോഴാണ് സർട്ടിഫിക്കേഷൻ കൊടുത്തത്. തീർച്ചയായിട്ടും ഏത് കോടതിയിലും ഏത് നിയമത്തിൻ്റെ മുമ്പിലും ഇങ്ങനൊരു ഇഷ്യൂ ഉന്നയിക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിനകത്ത് വേറൊന്നും ഈ ഘട്ടത്തിൽ പറയാനില്ല. വളരെ സന്തോഷം. അല്ല, അതിലേക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഷോക്കോസ് നോട്ടീസ് വരട്ടെ, കോടതിയിലേക്ക് പോകട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കും. നമ്മൾ എപ്പോഴും നിയമത്തിൻ്റെ വഴി ആദ്യം പോയി നോക്കുക, അതിനുശേഷമുള്ള കാര്യങ്ങൾ ആലോചിക്കും. ഞാൻ തന്നെയല്ല, ഞങ്ങൾ വിശാലമായിട്ട് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, നാളേക്കൊന്ന് ഡയറക്ടേഴ്സ് യൂണിയൻ അങ്ങനെയുള്ള ഞങ്ങളുടെ ജനറൽ കൗൺസിൽ, സ്റ്റിയറിംഗ് കമ്മിറ്റി അവരൊക്കെ ആയിട്ട് ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് നോക്കാം. നമുക്ക് ചിലപ്പോൾ നാളത്തോടു കൂടി ഈ ഷോക്കോസ് വരുന്നതോടുകൂടി ഇതിനകത്തൊരു പരിഹാരം ഉണ്ടായേക്കാം. പക്ഷേ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാര്യം ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ പത്മകുമാറിനെ നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിൽ കാണുക.
ഇതിപ്പോ സംവിധായകന്റെ ഒരു സ്റ്റാൻഡ് എന്താണ് ഈ ജാനകി എന്നുള്ള പേര് അത് മാറ്റില്ല എന്ന് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമല്ല. അല്ലെങ്കിൽ ഇന്നലെ അത് സെറ്റിലായി പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ, മാറ്റേണ്ട കാര്യമില്ലല്ലോ അതിനകത്ത്. 96 സ്ഥലത്ത് സുരേഷ് ഗോപി തന്നെ അതിനകത്ത് ജാനകി എന്ന് പറയുന്നുണ്ട്. ഇനി അദ്ദേഹം ഇത്രയും തിരക്ക് പിടിച്ച ആൾ വന്ന് എത്ര ദിവസം ഡബ് ചെയ്യണം, റീഡബ് ചെയ്യണം, അത് മാറ്റണമെങ്കിൽ. ശരി.